വിദ്യാർത്ഥികൾ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ക്യാമ്പസുകളിൽ ഇത്തരം മരണങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി സുപ്രീം കോടതി തിങ്കളാഴ്ച റിട്ടയർഡ് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന് കീഴിൽ 10-അംഗ ദേശീയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. ഈ സംഘത്തിൽ ഡോക്ടർമാരും മാനസികാരോഗ്യ വിദഗ്ധരും ഉൾപ്പെടും. കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകമെന്ന നിലയിൽ സമൂഹം കൂട്ടായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ജസ്റ്റിസുമാരായ KG പർദിവാലയും R മഹാദേവനും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തു. ഇനിയും ഇത്തരത്തിൽ കുട്ടികളുടെ ജീവനുകൾ നഷ്ടമാകാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിൽ ഇടപെടൽ നടത്താനും കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ടാകണം. അവരെ പിന്തുണയ്ക്കാനും ശാക്തീകരിക്കാനും കഴിയണം. അവരോട് യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. കുട്ടികൾക്ക് ഭയരഹിതമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്ന 89 പേജുള്ള വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.